Hey friends, welcome back to Orange Recipes. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായി ചിക്കനൊക്കെ ഫ്രൈ ചെയ്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അധികം വൈകിക്കുന്നില്ല, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ജീരകശാല റൈസ്, അതായത് കൈമ റൈസ് 3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല, ജിഞ്ചർ ഗാർലിക് ചതച്ചത്, അതും കൂടി ചേർത്ത് ആദ്യം നമുക്ക് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം മസാല എല്ലായിടത്തും എത്തിച്ചേരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ മസാല നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ഒരു ടൈം കൊണ്ട് കുറച്ച് കാഷ്നട്ട്സ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 20 പച്ചമുളക്, 20 പീസ് വെളുത്തുള്ളി, ഒരു വലിയ ഇഞ്ചി, 1/2 കപ്പ് പുതിനയില, 1/2 കപ്പ് മല്ലിയില ഇതൊന്ന് ചേർത്ത് അരച്ചെടുക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു പോണേ. ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കാഷ്നട്ട്സ് ചേർത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്നട്ട്സ് ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ നേരത്ത് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ സവാള നല്ല ക്രിസ്പി ആയി കിട്ടും. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കാഷ്നട്ട്സ് കുറച്ച് വെള്ളം ചേർത്തൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ വേറെ എണ്ണയൊന്നും എടുത്തിട്ടില്ല. സവാള ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അങ്ങനെ തന്നെ 2 സൈഡും തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ തന്നെ ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയുടെ പകുതി ചേർത്ത് അതിലേക്ക് 3 ഏലക്ക, 2 സ്റ്റാർ മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 2 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 5 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ ഇവിടെ എല്ലാം ഓരോന്നായിട്ടാണ് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്താലും കുഴപ്പമില്ല. ഇനി
ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി കുറച്ച് വലുതായി അരിഞ്ഞത്, ഒരുപാട് വലുതായിട്ടല്ല, കുറച്ച് വലുതായി അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച സവാളയുടെ പകുതിയും പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച കാഷ്യൂ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഓഫ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബിരിയാണി ചെമ്പിൽ അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 വയണയില, 3 പട്ട, 5 ഗ്രാമ്പു, 3 സ്റ്റാർ റിങ്സ്, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കാം. ഒരു 13 മിനിറ്റ് വേവിച്ചതിന് ശേഷം, അതായത് 90% വരെ കുക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റി വെക്കാം. ഇനി നമുക്ക് ദം ചെയ്തെടുക്കണം. അതിനായിട്ട് ബിരിയാണി ചെമ്പിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, മല്ലിയില, പുതിനയില, പിന്നെ ഉള്ളി വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പകുതി റൈസ് ചേർത്ത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, മല്ലിയില, പുതിനയില, ഉള്ളി വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർത്തതിൻ്റെ മുകളിൽ ബാക്കി ചോറും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ 2 ടീസ്പൂൺ നെയ്യ്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, മല്ലിയില, പുതിനയില, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള, കാഷ്നട്ട്സ്, മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദം ചെയ്തെടുത്ത അടിപൊളിയായി കിട്ടും. ഇനി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അപ്പോൾ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് മസാല മുന്നോട്ട് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം.